ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ അച്ചാറാണ്. ഞങ്ങൾ കോഴിക്കോട്ടുകാരുടെ സ്വന്തം കറമൂസ. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് വേണ്ട പിക്കിൾ പൗഡർ ഉണ്ടാക്കാവേ. അതിനായി ഒരു പാനിൽ ഉലുവയും ജീരകവും ഇട്ട് അതൊന്ന് വറുത്തെടുക്കണേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പിക്കിൾ പൗഡറിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ ഉലുവയും ജീരകമൊക്കെ ഒന്ന് ചെറുതായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാവേ. ഇനി നമുക്കതിലേക്ക് 2 സ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് അത് മിക്സിയിൽ നന്നായി പൊടിച്ച് പൗഡർ പരുവമാക്കി മാറ്റി വെക്കാവേ. ഞാനിതിലേക്ക് ഈത്തപ്പഴം കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായി നമുക്ക് ഈത്തപ്പഴം കുറച്ച് വിനാഗിരി ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ച് മാറ്റി വെക്കണേ. നിങ്ങൾ ഈത്തപ്പഴം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചേർത്തിട്ടില്ലേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന് പകരം വിനാഗിരി മാത്രം ചേർത്താൽ മതി. പിന്നെ ലാസ്റ്റ് 1 സ്പൂണ് ഷുഗർ ചെറിയ മധുരത്തിന് വേണ്ടി അതും കൂടെ ചേർക്കണേ. ഇനി നമുക്ക് പിക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് അതിൽ. നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ കൂടെ ചേർത്ത് ഒന്ന് ചെറുതായി വഴറ്റിയാൽ മതിയെ. പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചു വെച്ച പൊടിയും ഈത്തപ്പഴം വിനാഗിരി അടിച്ചു വെച്ചില്ലേ അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ പപ്പായ കഷ്ണങ്ങളൊക്കെ ചെറിയ ചൂടിലൊന്ന് ചെറുതായി ഒന്ന് വാടിയാൽ മാത്രം മതിയേ. അധികം വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് കടിക്കുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. ഇത് കുറച്ചിങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കടുകും കായ്മുളകും കറിവേപ്പിലയും ഒന്ന് വറവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി പച്ചപ്പപ്പായ അച്ചാർ റെഡിയായ. ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞെടുത്താൽ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും പപ്പായ കിട്ടുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കി താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.